തരാമോ സുഖമെന്നെന്നും നെഞ്ചാകെ പണ്ടരുളിയ ദിനമിനി വരുമിതിലേ നെഞ്ചങ്ങൾ ഒന്നായല്ലോ അകലങ്ങൾ മായുന്നല്ലോ അറിയാതോരോ ചുണ്ണത്തും ഇനി അഴകിഴും ഒരു ചിരി വിരിയുകയോ എന്നെ സ്നേഹം വീണ്ടും പുൽകും നാളല്ലോ ഇന്നെന്റെയാണെൻ സ്വന്തമാണ് നീ കാണും തീരം മോഹം തീരെ താരാട്ടുമോ മൗനങ്ങൾ തീരുന്നല്ലോ ഈണങ്ങൾ ചേരുന്നല്ലോ കുളിരെന്താവേ ഇരുകരളിനും ഇനി മുതൽ ഒരു സ്വരമോ തോളം നീ ചേരില്ലേ വഴിനീളെ പൂമൂടില്ലേ ചിരി തുടരണം അതിരുവരെ പെണ്ണ് നിന്മയിൽ മിന്നും പൊന്നും ചേരും നാൾ വന്നോ ഈ പൊൻകിനാവിൽ ഏറെ നാളായി നാം കണ്ടതെല്ലാം നേരം പോകെ നേരാകയോ കിരാവാണോ ഇതേ മനസ്സെന്നും കാത്തു കൈവന്ന മധുരമരുളുന്ന നല്ല നിമിഷങ്ങളെ മാറ്റുപോകാതെ ഇനിയും അണയണം നീളുമീ യാത്രയിൽ കൊതിയോടെ ചേരുന്ന പരമാനസം ഇതുപോലെ കൈനീട്ടമേ ഈ ഭവനത്തിലെ പ്രാർത്ഥനയാണ് നടത്തുന്നത്. ദൈവം നൽകിയ മക്കളും അവർക്ക് നൽകിയ സമ്പാദ്യങ്ങളും സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഏറ്റുപറഞ്ഞ് നന്ദി പറയുന്ന അവസരമാണ് ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യങ്ങൾ. നമുക്ക് ഈ മകനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുക ഏറ്റവും കൃതജ്ഞതയും അനുഗ്രഹപ്രദവുമായി തീരാൻ കർത്താവേ മകനെ അനുഗ്രഹിക്കണമെന്ന് എന്നാൽ ഈ മാതാപിതാക്കളിലൂടെ ഈ മകനിലേക്ക് വിളിച്ച എല്ലാ നന്മകളും പ്രബന്ധമാറ്റാനുള്ള കരുത്ത് നൽകണമെന്ന് അതോടൊപ്പം തന്നെ നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കുന്നത് ദൈവമേ ഈ മാതാപിതാക്കളെയും അവിടെ അനുഗ്രഹിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയായിരിക്കാം. വിശുദ്ധ പുരുഷന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം.
ഞങ്ങളുടെ പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധമായി ഓർമ്മിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇല്ലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര ആരാധനയുടെ സന്ദേശത്തിന് അങ്ങേയറ്റമായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാരം പറഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പിതാവിനും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മകനെ പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് കർത്താവ് ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, അങ്ങ് സ്ഥാപിച്ച വിമോചന മനോഹരമായ കൂദാശയിലേക്ക് പ്രവേശിക്കുന്ന ഞങ്ങളുടെ പിതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന വേളയിൽ അങ്ങയുടെ തിരുസാന്നിധ്യം ഉണ്ടാകണമേ. ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗ്ഗത്തിൽ ചരിക്കുക. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപം അവയുടെ അടിത്തറകൾക്ക്. നിന്റെ ജീവിതം കർത്താവിൽ ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. നിഷ്കളങ്കനെ ശ്രദ്ധിക്കുക, സത്യസന്ധനെ സൂക്ഷിച്ചു നോക്കുക. എന്നാൽ സമാധാനം കാക്ഷിക്കുക, സന്തതി പരമ്പരയുണ്ടാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇപ്പോൾ പ്രാർത്ഥിക്കാം. ഈ സമൂഹം നമ്മളോട് ചേർന്ന ഈ മകന്റെ കൈകൾ വെച്ച് മാതാപിതാക്കൾ കൈകൾ പിടിക്കുന്നു. നമ്മുടെ ഈ മകന്റെ കൈകൾ കർത്താവിന്റെ അനുഗ്രഹം ഈ മകനുണ്ടാകണേ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന ജനിച്ചതാണ്. സർവശക്തനായ ദൈവമേ, സർവശക്തനായ ദൈവമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. നീ കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ മകനെ സൃഷ്ടിച്ചു പരിപാലിച്ചു വളർത്തി വിവാഹാന്തസ്സിലേക്ക് ഉയർത്തിയിരിക്കുകയാണല്ലോ. നിന്റെ ആഗ്രഹം അനുസരിച്ച് സന്തോഷപ്രദവും
ദ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിനക്ക് വഴികാട്ടിയായിരിക്കട്ടെ. ദൈവം നൽകുന്ന സന്തതികളിലൂടെ നീയും നിന്റെ കുടുംബവും തലമുറയും സഭയും അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്നിലൂടെ ആരംഭിക്കുന്ന പുതിയ കുടുംബം സമൂഹത്തിന് മാതൃകയായി തീരുവാൻ ദൈവം ഇടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തോബിയോസിനെയും സഹായിയെയും ആത്മീയവും ശാരീരികവുമായ ഉപകരണങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച സർവശക്തനായ ദൈവം നിന്റെ ജീവിത വഴികളിൽ നിനക്ക് കാവലായിരിക്കട്ടെ. ലോകത്തിന്റെ പ്രകാശമായ വിശുദ്ധം നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമകനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. ഞങ്ങളുടെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായിരിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വചനത്താൽ ഞങ്ങൾ കുടുംബത്തെ രൂപീകരിക്കുകയും നവീകരിക്കുകയും ചെയ്തു. അങ്ങയുടെ വചനത്താൽ തന്നെ പുതിയ രൂപപ്പെടുന്ന കുടുംബങ്ങളെ നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നിത്യപിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അവതാരം ചെയ്തവനേ, കൈകൂപ്പി വണങ്ങിടാം. കർത്താവേ, ധരണിയിൽ നിന്ന് സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിന്ന് സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളെ നിൻ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. ഞങ്ങളെ നിൻ സുവിശേഷം പൂകിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പരീക്ഷയെ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരു വൃദ്ധാനിയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചിരുന്നു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇതുവരെ ഏക ശരീരമായി തീരുമെന്ന് അവിടെ അരുളി ചെയ്തിട്ടുള്ളതും നിങ്ങൾ വായിച്ചിട്ടില്ലേ? തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഈ മകന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ജീവിതത്തിലേക്ക് മകനെ ഒരുക്കുവാനായി പ്രാർത്ഥിക്കുവാനായി ഈ സന്തോഷത്തിൽ പങ്കുചേരുവാനുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിവാഹത്തിന്റെ പവിത്രതയെക്കുറിച്ചും അഭ്യർത്ഥനയെക്കുറിച്ചും ഏറ്റവും മനോഹരമായി ഈശോ നൽകിയ ഉത്തരമാണ് നമ്മൾ വായിച്ചു കേട്ട ഭാഗം. ഫരീസിയർ ഈശോയോട് ചോദിക്കുകയാണ്, നിയമാനുസൃതം വിവാഹം കഴിച്ച ഒരു വ്യക്തിക്ക് തന്റെ ഭാര്യയെ അതല്ല തന്റെ ഭർത്താവിനെ ഉപേക്ഷിക്കാമോ എന്നുള്ള ചോദ്യം. ഈശോയുടെ മറുപടി നമ്മൾ കണ്ടു. ഒന്നായി ദൈവം തീർന്നതിനെ രണ്ടാക്കാനുള്ള അവകാശം മനുഷ്യരില്ല എന്നാണ് അതിഥികമായ ഉത്തരം.
അതിന് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് ആധാരമായി നിൽക്കുന്ന ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ അതിന് മറുപടി നൽകുന്നത്. ആദിയിലെ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നാണ്. സൃഷ്ടികളുടെ മകുടമാണ് മനുഷ്യനെന്ന് നമ്മളൊക്കെ പറയാറുണ്ട്. എല്ലാ സൃഷ്ടികൾക്കും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് ശേഷം ഏറ്റവും ഒടുവിൽ ഈശോ ദൈവം സ്വയം ആത്മനിർഭരം ചെയ്യുകയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന്. അതുവരെയും ഉള്ള സൃഷ്ടിക്ക് ആകാശവും ഭൂമിയും സർവ്വരാജ്യങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് 5 ദിവസം കൊണ്ട് എല്ലാം പൂർത്തിയാക്കിയ ശേഷം 6-ാം ദിവസം ദൈവം ഇരുന്ന് ആലോചിക്കുകയാണ്, ഇനി എന്താണ് ബാക്കി? അവിടുന്ന് തിരിച്ചറിയുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കണം. അവിടുന്ന് ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ച സൃഷ്ടിയുടെ വിവരണം അധ്യായത്തില് വായിച്ചു കേൾക്കുന്നുണ്ട്. തന്റെ പ്രിയ സഖിയെ കണ്ട ആദം, ആദ്യ മനുഷ്യൻ, ആദ്യ പുരുഷൻ, അവളുടെ ആദ്യ സ്ത്രീയെ കണ്ടപ്പോൾ പറഞ്ഞ വാചകം, ഇത് ഒടുവിൽ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. ഒരു പുരുഷന്, ഒരു യുവാവിന് തന്റെ യുവതിയോട്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോട് പറയാവുന്ന ഏറ്റവും നല്ല വാക്ക് അതാണ്, നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണ് എന്ന് പറഞ്ഞാൽ നീയുമാണ്, നീ ഞാനുമാണ് എന്ന് അർത്ഥം. ഈശ്വരനായി പ്രകടിപ്പിച്ചിട്ടാണ് പറയുന്നത്. ദൈവം പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു, അവരെ ഒന്നിപ്പിച്ച് ആശീർവദിച്ചു. അവരോട് പറയുന്നത് ഞാൻ പെരുകി വർദ്ധിക്കുക, ഈ ഭൂമിയെ കീഴടക്കുക എന്നതാണ്. പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായി, അവകാശിയായി, അധികാരിയായി മനുഷ്യനെ നിശ്ചയിച്ച ദൈവം ഒരു വിവാഹം ആശീർവദിക്കുകയായിരുന്നു. അവിടെ ആദ്യ വിവാഹം പർദീസായിൽ ആശീർവദിച്ച ദൈവം തന്നെയാണ്. ആ കഴിഞ്ഞ് ഷാരുടെയും പ്രിയപ്പെട്ട വലിയയുടെ ജീവിയെയും ഒന്നിപ്പിക്കുന്നത് എന്ന് പറയാം. ഇവരോട് കർത്താവിനെ പറയാനുള്ളൂ, നിങ്ങൾ ഇനി രണ്ടല്ല, ഏക ശരീരമാണ്. ഞാനാണ് നിങ്ങളെ യോജിപ്പിച്ചത്. അതിന് മനുഷ്യന് അതിനകത്ത് ഒരു അവകാശവും ഇല്ല. ഈ യോജിപ്പില് ദൈവമാണ് തന്റെ പ്രിയ സഖിയെ, ജീവിത പങ്കാളിയെ ഷാരോൺ ആന്തരികവശാൽ കണ്ടതിലല്ല, അത് ദൈവത്തിന്റെ നിയോഗമായിരുന്നു. മുൻപരിചയങ്ങളുടെയും ദൈവം ഒരുക്കിയ വഴികളായിരുന്നുവെന്ന് വിശ്വസിക്കുകയാണ് വേണ്ടത്. ഈ ഷാരോണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ദൈവം ആദ്യം തീരുമാനിച്ചു വെച്ചു. ഇടവേളകളുടെ കാലങ്ങളിൽ അവർ കണ്ടുകൂടി, ജോലി വേലകളിൽ അവർ കണ്ടുകൂടി, ആശയവിനിമയം ഒക്കെ നടത്തി, ഒക്കെ ശരിയാണ്. പക്ഷേ ഈ കണ്ടെത്തലിന്റെ ആദ്യ ആള് നമ്മളൊക്കെ ബ്രോക്കർ എന്നൊക്കെ പറയുന്ന സാധാരണ ഭാഷയിൽ പറയുന്നത്, വേറെ ബ്രോക്കർമാരുണ്ടോ? ഇല്ല. പക്ഷെ ഒരാളുണ്ടായിരുന്നു നിങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി. ആ പണിയാണ് തമ്പുരാൻ ചെയ്തത്. തമ്പുരാനെ ചെറുതായി കാണാൻ വേണ്ടിയല്ലെന്ന് പറഞ്ഞത്, അവന്റെ തീരുമാനമായിരുന്നു നിങ്ങൾ തീരുമാനമുള്ളത്. തീർച്ചയായിട്ടും വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ബോധ്യത്തോടെ ദൈവമാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചതെന്നുള്ള ബോധ്യം, അതിന് ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വലിയ സ്വപ്നമുണ്ടെന്നുള്ള ആ വലിയ ബോധ്യവും വിശ്വാസവും അറിവും ഒരു ദിവസവും നിങ്ങൾക്കുണ്ടാകാം. ഒരു ദിവസം കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ ഒന്നും ഈ ഓർമ്മപ്പെടുത്തൽ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും മക്കളെ, ഞാനാണ് നിങ്ങളെ ഒന്നിപ്പിച്ചത്. നിങ്ങൾ ഒന്നായിരിക്കാൻ ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ ഒന്നായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നൽകുന്നത് ദൈവത്തിന്റെ സമ്മാനമായ മക്കളാണ്. ആ മക്കളെ ദൈവത്തിൻ്റെതായി വളർത്താനുള്ള വലിയ ഉത്തരവാദിത്വമാണ് ദൈവം വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. നിങ്ങൾ വിശ്വാസമുള്ളത് കൊണ്ടാണ് എന്റെ ജോലി ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നത് ദൈവത്തിനോട്, ശാരോനോട്, ജീവിയോട് പറയുക. അതുകൊണ്ട് തന്നെ ഈ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതിനുവേണ്ടി പ്രമാണം പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ഒരു പുതിയ ജീവിതം ആരംഭിക്കണം. അത് നിങ്ങളുടെ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, ബന്ധുമിത്രാദികൾക്ക്, സഭയ്ക്ക്, സമൂഹത്തിനൊക്കെയും മാതൃകയായി മാറണം. നിങ്ങളുടെ സ്നേഹം അത് ഉള്ളിൽ കൊണ്ടുനടക്കേണ്ടതല്ല, അത് പൂർണ്ണമായി
വാക്കുകൾ വായിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് അവിടെ ഉണ്ടായത്. യേശുവിനെ അന്ന് അവിടെ ഉണ്ടായത് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എവിടെ നിങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിൽ അതെല്ലായിടത്തും കയറി ഇറങ്ങാനുള്ള അവകാശമുള്ള അമ്മയെ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈശോ ശിഷ്യന്മാര് വിരുദ്ധനെ ക്ഷണിക്കപ്പെട്ടതെന്നാണ്. നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരും കൂട്ടുകാരെല്ലാം വിളിച്ച് സത്യപ്പെടുത്തില്ല. ഈശോയെ ക്ഷണിച്ചില്ലെങ്കിൽ മറന്നു പോകാൻ പാടില്ല. ഈ നാളത്തെ പറയുന്നത് ജീവിതത്തോട് ആ കഥാവിനെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം. ആഹാരം ഈ വരണം, എന്നെ പ്രധാനപ്പെട്ടില്ല, എന്റെ സാന്നിധ്യത്തിലേ ഉള്ളൂ, വേറെ ആരും വേണ്ട, ദൈവമാണ്. ഈ ഒരു ചിന്ത അങ്ങനെ മനസ്സിലുണ്ടാകരുത്. ദൈവം നല്ല ഒരു ജീവിത പങ്കാളി നൽകി അനുഗ്രഹിക്കപ്പെടും. നന്ദി പറയാം. നല്ല മകനെ നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം ദൈവയുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ നന്ദി പറയുകയാണ്. നമ്മളൊക്കെയും നന്ദിയോടെ ഈ മക്കളുടെ സന്തോഷത്തിൽ പങ്കുചേരുമ്പോൾ നമ്മളിലേക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ അനുഗ്രഹിക്കുക. ഈ മകനെ ഒരുക്കണമെന്ന നീയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാമ്പത്യ വിശ്വസ്തതയും പരസ്പരം സ്നേഹത്തിനും ഐക്യത്തിനും എന്നും ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹമെന്ന ഉന്നതമായ ദൈവത്തെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും ഈ ദമ്പതികളെ സഹായിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും അനുഗ്രഹിക്കണമെന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് നിത്യഭാഗ്യം കൽപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനും ത്യാഗപൂർണമായ ജീവിതം വഴി പരസ്പരം ആശ്വസിപ്പിക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റിദ്ധാരണകൾക്ക് വഴിപ്പെടാതെ പരസ്പരം വിശ്വസിക്കുവാനും കുടുംബജീവിതത്തിലെ ക്ലേശങ്ങൾ ഒരുമയോടെ സഹിച്ച് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായി തീർക്കുവാനും ഇവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മധുരഭോജത്തെ അവിടുന്ന് ആശീർവദിക്കണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുപോലെ മാധുര്യമുള്ളതാക്കി തീർക്കണമേ. വിനയവും ശാന്തതയും സൗമ്യതയും കാരുണ്യവും ഇവരുടെ ജീവിതം നൽകുവാൻ ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥാനേക്കും ആമേൻ. ഈ മകനെയും ഈ മനാബി പോകുന്ന ജീവിതത്തെ ഈശോ തിരുഹൃദയത്തില്ല. ഈശോയുടെ ഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരെങ്കിലും പാപം ചെയ്യാനിടയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും നടത്തിയിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ ആരാധിക്കുവാൻ സ്വർഗ്ഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും പിതാവും ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, ശനിയാഴ്ച വിവാഹത്തിനാകുവാൻ പോകുന്ന പ്രിയപ്പെട്ടവരുടെ അനുഗ്രഹിക്കണമേ. തിരുക്കുടുംബത്തിന് തനതായ മാനസത്തെ ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, സ്വർഗീയമാരെ വിശുദ്ധരണമേ. ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കിയെടുക്കുവാൻ ഇവർക്ക് വേണ്ടി അവിടുന്ന് സഹായിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന കുടുംബാംഗങ്ങൾ, അയൽക്കാരും എല്ലാവരും
വിശുദ്ധീകരിച്ചാൽ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും അവനവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ സ്തുതിക്കുന്നു, മാതാപിതാക്കളുടെ സ്തുതിയെ അനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. അതുപോലെ മുതിർന്നവരും സ്തുതി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അത് ഈശോയുടെ സ്തുതിയെന്ന് പ്രാർത്ഥന. We can't do, so stay close to me, and I'll stay there too. There's some things that I can do without, but something's not you. Oh, I'm never gonna let you go. To this feeling that I'm feeling, and I can't believe that your love has come to me, and forever I'll hold on to, I'm gonna hold on to you. And I won't look back to things in the past, 'cause I know that I found forever in the love that we have. And all I see and all that I did could never come close to the feeling that I get from you. Oh, I'm never gonna let you go. Oh, I wanna hold on to this feeling that I'm feeling, and I can't believe that your love has come to me. A very pleasant and blessed evening to everyone gathered here. Truly, this is a special and memorable evening for all of us. An evening filled with joy, blessings and of course sweetness. Yes, ഇന്ന് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഷാരോണിന്റെ മധുരവെപ്പ് ചടങ്ങിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ഒരു ദിവ്യമായ നിമിഷം, ഒരു മധുരത്തോടെ നിറഞ്ഞ പുതിയ ഒരു ആരംഭം. ഈ സായം സന്ധ്യയിൽ അസുലഭ നിമിഷത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, അച്ഛന്മാർ, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ ഇന്നത്തെ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മധുരം ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്, അല്ലെ? ഇന്ന് നമുക്ക് ശരിക്കും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പോ മനോഹരമായ ഒരു വൈകുന്നേരം, ഈ സായം സന്ധ്യ കൂടുതൽ മനോഹരമാക്കാം. അപ്പോ ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയിട്ടുള്ള ഷാരൂൺ ചേട്ടനെ നമുക്ക് വെൽക്കം ചെയ്താലോ? കല്യാണ ചെക്കനെ വിളിക്കല്ലേ? And here comes the prince of the evening, our charming groom, Sharoon.
கட்டடமே ரத்தமே மொத்தமே சாமியே விட்டுறவரும் விட்டுறனே உன்னை கண்டு விட்டுறனே சேட்டையில சிக்கிறனே கொஞ்சம் கொஞ்சம் மிதந்து போகிறேன் செஞ்சிறனே கிட்ட வந்து மிஞ்சிறனே உன்னை தட்டு கொஞ்சிறனே என்னை விட்டு விலகி போகிறனே Thank you.
കാപ്പതിക്കാക്കും കായൽ വരമ്പിലെ കാക്കാനന്ദനും കണ്ണിൽ കണ്ണിൽ കാണാക്കിനാരം നിലാവത്ത് കിന്നരിപ്പള്ളിയിലും കുഞ്ഞടിപ്പാടത്തെ പാടത്തെ തട്ടിക്കും തമ്മിൽ തമ്മിൽ കാണാക്കിനാരം കാപ്പതിക്കാവിലെ കാപ്പതിക്കാക്കും കായൽ വരമ്പിലെ കാക്കാനന്ദനും കണ്ണിൽ കണ്ണിൽ കാണാക്കിനാരം കാണാക്കിനാരം കടലുകൾ പൂക്കുമാ വയലുകൾ തപ്പുറം കുടിയിലേക്ക് ഇന്ന് ഞാൻ കൊണ്ടുപോകും കാവിലെ തെന്നലെ നിന്ന് ഞാൻ താമര താലിയിൽ തടവിലാക്കും കരുകൾ പൂക്കുമാ വയലുകൾ തപ്പുറം കുടിലേക്ക് ഞാൻ കൊണ്ടുപോകും സന്തോഷമുള്ള ഭാവി നൽകട്ടെ, നിന്റെ വഴിയെല്ലാം അവൻ നേരെയാകട്ടെ. Yes, this is a moment of pure sweetness, a new beginning, blessed by God and surrounded by family. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരമ്മൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട് ചുണ്ടോരം കൊണ്ടാടണ്ടേ, കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്. കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി തിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാന. കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ല ജില്ലം ജില്ലാല. കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ.
നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ മല്ലികേ മന്ദാര പൂങ്കുരുവിയേ മല്ലികേ മന്ദാര പൂങ്കുരുവി നിന്റെ വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരനില്ല മഞ്ഞളും ദൂഷിമാ വന്നില്ല നിന്റെ വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരനില്ല കൈകൊട്ട് പെണ്ണേ കൈകൊട്ടു പെണ്ണേ കുഞ്ചു വളയിട്ട് കൈകൊട്ട് കൈകൊട്ട് പെണ്ണേ കൈകൊട്ടു പെണ്ണേ കുഞ്ചു വളയിട്ട് കൈകൊട്ട് നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാച്ചേതന്റെ തപ്പു വേണം നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാച്ചേതന്റെ തപ്പു വേണം കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊച്ചു പളയിട്ട് കൈകൊട്ട് കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ കൊച്ചു പളയിട്ട് കൈകൊട്ട്
ఆటాడి ఆటాడి ఆడి కబడి పాతాడి పాతేండి పాతేండి పీలి కబడి పాతేండి നിലവിലഴകെ താരമരികെ വിരിയും ചിരിയെ
പാറി ഉയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാലേ 100 പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ നീ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനേ ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ മണിവാരത്താനം പെണ്ണിൽ പിന്നാണേ ഏതാനും നിന്നെ കൊണ്ട അമ്പും വില്ലും വെച്ചേ കതിരോനെ കണ്ണ ചിക്കൻ പോരു മച്ചാനേ നെഞ്ചോറും തോറുണ്ടേ ചുണ്ടോറും ശീലുണ്ടേ രണ്ടാളും കൂടുമ്പോ കൊണ്ടാടണ്ടേ കൊണ്ടാട്ട ചേട്ട നല്ലാണ്ടേ പന്തൽ കെട്ടിത്തപ്പും ചെണ്ടേ കെട്ടി കാത്തിരിക്കും നേരം വന്നേ ചില്ലത്തില്ല പരീക്ഷയെല്ലാം ഭൂമി വീഴ്ത്തിനെ അഴിയ വണ്ണം കാതരുൾവാൻ കഴിവു പേശുക മാർത്തുമെന്തിരെ പട്ടുടൻ പണി പുണവ പവിഴമുത്തു മാലയും തിരെ അലങ്കരിച്ച ബന്ധനിൽ വന്നുലക വേണം മാർത്തുമൻ മുത്തോളമഴകിലെ ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നാണത്തിൽ നീ ഓടിക്കല്ലേ തീടുക്കത്തിൽ നടക്കല്ലേ മരമോടു കല്ലുകൾ കനകം വെള്ളി അരവിയലും പടി ചെമ്പുമിരുമ്പും മറ്റും പല വക വീണ്ടും പണികൾ അവനായുള്ളൊരു പെൺകുടി നീയല്ലേ മറ്റാരും കാണാതവനെ കാണാൻ കൊതിക്കുന്നില്ലേ അരിമയോടരിമകളെല്ലാം ചെയ്യും നീ ചമയമിട് മനമകൾ അഴകിയ ലേല അവൾ ഇവളത് സ്ലേല സന്തന വേല ഇവൾ മന്മത പുയല അണ്ടടാ പൂവിൻ മണ്ണാ അഴகு തീവതോൻ വൈനാടാ അഴകിയ ലേല അവൾ ഇവളത് സ്ലേല സന്തന വേല ഇവൾ മന്മത പുയല അണ്ടടാ പൂവിൻ മണ്ണാ അഴகு തീവതോൻ വൈനാടാ வந்தாச்சு கடலை கொந்தளிக்கும் சுனாமியே உண்டாச்சு காதலுக்கு எதுப்பா எனர்ஜி தலையை சுத்த வைக்கும் சுறாவளி பொண்ணாச்சு பார்த்தாலே பல்சேக்கும் பாடி